സുമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഒന്നിച്ച് അനുഗ്രഹിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ച തീർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയത്തിലേക്ക് തന്നെ നേരിട്ട് നമുക്ക് ഇന്ന് രാത്രിയിലും ചെല്ലുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ദൈവജനമായ ഇസ്രായേലിന്റെ അടിമത്വത്തിൽ നിന്ന് വിടിവിക്കുവാൻ ദൈവം പദ്ധതി മോശമുഖാന്തരം നടപ്പാക്കുന്നതായ വിഷയമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 4 ബാധകളെ കുറിച്ച് നാം ചിന്തിക്കുവാനിടയായി. ഒന്നാമത്തെ ബാധ എന്ന് പറയുന്നത് രക്തം വെള്ളമാക്കി തീർക്കുന്നതായ ആ വിഷയമാണ്. നൈൽ നദിയിൽ അടിക്കുകയും നൈൽ നദിയിലെ മാത്രമല്ല ഓരുകളിലും കുളങ്ങളിലും കിണറുകളിലുമുള്ളതായ വെള്ളം രക്തമായി തീർന്നത് കൊണ്ട് ദേശം നാറുക മാത്രമല്ല, ജനം കുടിപ്പാൻ വെള്ളമില്ലാതെ ഭാരപ്പെടുന്നതായ കാര്യം നമ്മൾ ചിന്തിച്ചു. രണ്ടാമത് കർത്താവ് ദൈവം ദേശത്ത് തവളയെ അയച്ചു എന്ന് നമ്മൾ ചിന്തിച്ചു. മൂന്നാമത് ദേശത്ത് ദൈവം പേൻ എന്നതായ ആ ബാധയാണ് അയച്ചത്. നാലാമത്തത് നായീച്ചയെ അയച്ചതായിട്ട് നമുക്ക് ചിന്തിപ്പാനായിട്ടിടയായി. നമ്മൾ വിചാരിക്കരുത് ഇത് ഒരു ദിവസം രാവിലെ ഇങ്ങോട്ട് വന്ന് നൈൽ നദിയിലെ വെള്ളത്തെ അടിച്ചു, അത് രക്തമായി, ഫറവോന്റെ ഹൃദയം കഠിനമായി, അതുകൊണ്ട് ജനത്തെ വിട്ടയച്ചില്ല. പിറ്റേ ദിവസം ഇങ്ങോട്ട് വന്ന് തവള എല്ലാം പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. തവള പെരുകി. ഫറവോൻ പറഞ്ഞു പ്രാർത്ഥിക്കണം. മോശ പ്രാർത്ഥിച്ചു, തവള മാറി, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അടുത്ത ആഴ്ച ഇങ്ങോട്ട് അടുത്ത ദിവസം വന്നു, മൂന്നാമത്തെ ബാധ അയച്ചു. അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. ഏതാണ്ട് 9-10 മാസത്തെ ഡ്യൂറേഷനാണ് ഈ ബാധകൾ മിസ്രൈമിൽ വരുവാൻ ദൈവം നിശ്ചയിച്ചത്. ഓരോ ബാധയും വരുമ്പോൾ ആ ബാധ മൂലം ജനമനുഭവിക്കുന്നതായ ആ കഷ്ടതകൾ ചില ആഴ്ചകൾ നീണ്ടു നിൽക്കുകയാണ്. ചില ദിവസങ്ങൾ, ആഴ്ചകൾ, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നീണ്ടു നിൽക്കുകയാണ്. ദേശം ഒരുവിധം ഒരു ബാധയിൽ നിന്ന് ഒന്ന് വിമുക്തമായി ഒരുവിധം സ്വസ്ഥമാകുമ്പോഴാണ് അടുത്ത ബാധ അയക്കുന്നത്. അപ്പോ ഏതാണ്ട് 10 മാസത്തോളം ജനം വല്ലാത്ത കഷ്ടതയിൽ ആകുവാൻ ഇടയായി തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മൾ ആ രീതിയിൽ വേണം ബാധകളെ കുറിച്ച് ചിന്തിക്കുവാൻ. അപ്പോ 4ാമത്തെ ബാധയായ നായീച്ച ദേശത്തിൽ വന്നു കഴിഞ്ഞപ്പോ ഫറവോൻ ജനവുമായിട്ടൊന്ന് ഒത്തുതീർപ്പുണ്ടാക്കുവാനായിട്ട് ഒന്ന് പരിശ്രമിക്കുകയാണ്. 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം പറയുകയാണ്, നീ എന്റെ ജനത്തെ വിട്ടയക്കുന്നില്ല എങ്കിൽ ഞാൻ നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ഗൃഹങ്ങളിലും നായീച്ചയെ അയക്കും. ഇസ്രായേലിന്റെ വീടുകളും അവർ പാർക്കുന്ന ദേശവും നായീച്ച കൊണ്ട് നിറയും. ഭൂമിയിൽ ഞാൻ തന്നെ യഹോവയെന്ന് നീ അറിയേണ്ടതിന് എന്റെ ജനം പാർക്കുന്ന ഗോശൻ ദേശത്തെ അന്ന് ഞാൻ നായീച്ച വരാതെ വേർതിരിക്കും. അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ, ദൈവം അയക്കുന്നതായ ആ ബാധ മനുഷ്യനെ നിയന്ത്രിപ്പാൻ പ്രയാസമായിരിക്കുന്നതായ പ്രപഞ്ചത്തിലെ മറ്റ് സൃഷ്ടികളെ കൊണ്ടാണ്. നായീച്ച മനുഷ്യനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നതല്ല. അതുപോലെ ദൈവം പുഴുവിനെ അയച്ച് ന്യായം വിധിക്കുന്നതായ കാര്യം, തേനീച്ചയെ അയച്ച് ന്യായം വിധിക്കുന്ന കാര്യം, ഇതൊക്കെ നമുക്ക് വേദപുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. പ്രപഞ്ചത്തിലുള്ളതായ സകലത്തെയും, ഈവൻ ഏകകോശമുള്ളതായ കാണുവാൻ കഴിയാത്തതായ
അമീബ പോലെയുള്ളതായ വൈറസുകൾ വരെ ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം. പ്രപഞ്ചശക്തികളായ കാറ്റായാലും മഴയായാലും മിന്നലായാലും ഇടിയായാലും ആ പ്രപഞ്ചത്തിൽ കാണുന്നതായ സകല പ്രതിഭാസങ്ങളും ദൈവത്താൽ നിയന്ത്രിതമാണ്. ദൈവം കൽപ്പിക്കുന്നത് പോലെ അത് ആക്ട് ചെയ്യുകയുള്ളൂ. ദൈവജനത്തിനോ അല്ലെങ്കിൽ ദൈവത്തെ ദുഷിക്കുന്നതായ ജനത്തിനോ ന്യായവിധി ദൈവം അയക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകിച്ച് ദൂതന്മാരുടേതൊന്നും ആവശ്യം ഇല്ല. പ്രപഞ്ചശക്തികളോട്, ഈവൻ പുഴുവിനോട്, അല്ലെങ്കിൽ വെട്ടുക്കിളിയോട്, അല്ലെങ്കിൽ കാറ്റിനോട് ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി, ദൈവത്തിന്റെ ന്യായവിധി അവിടെ നടക്കുവാനിടയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം സേവിക്കുന്ന ദൈവത്തിന്റെ ആ സർവശക്തിയെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സകലത്തെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ളതായ ദൈവത്തെ നാം പിതാവെന്ന് വിളിച്ച് ആരാധിക്കുവാൻ നമുക്ക് കിട്ടിയിരിക്കുന്നതായ സ്വാതന്ത്ര്യം, നമുക്ക് കിട്ടിയിരിക്കുന്നതായ ഭാഗ്യം അത്ര വലുതാ. 23-ാമത്തെ വാക്യത്തിൽ എന്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാൻ വ്യത്യാസം വെക്കും, നാളെ ഈ അടയാളം ഉണ്ടാകും. എന്താണ് അടയാളം? ഇസ്രായേൽ ജനം പാർക്കുന്നതായ ഗോശൻ ദേശവും അതുപോലെ മിസ്രൈമിൽ പാർക്കുന്നതായ മറ്റു പട്ടണങ്ങളും രമേശസ് പോലെയുള്ളതായ മറ്റു വലിയ പട്ടണങ്ങളും തമ്മിൽ വലിയ പൊക്കമുള്ളതായ മതിൽ കെട്ടി വേർതിരിച്ചിട്ടില്ല. ഇടയ്ക്ക് ഒരുപക്ഷെ വേലി പോലും കാണുകയില്ല. പക്ഷേ ആ ഗോശൻ ദേശത്ത് പാർക്കുന്ന ഇസ്രായേൽ ജനത്തെ ഒരു വ്യക്തിയെ പോലും ഹനിക്കുവാൻ ഇടയാകാതെ മിസ്രൈമിൽ മാത്രം നായിച്ചയാൽ ബാധിതമാകുന്ന ആ പ്രതിഭാസം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നായിച്ചയോട് ദൈവം കൽപ്പിക്കുകയാണ്, എന്റെ ജനമായ ഇസ്രയേൽ പാർക്കുന്ന ഗോശൻ ദേശത്തേക്ക് നീ കടക്കരുതെന്ന് പറഞ്ഞാൽ ആ നായിച്ചയിൽ ഒന്നുപോലും എന്ത് ചെയ്യത്തില്ല, ഗോശൻ ദേശത്തേക്ക് കടക്കത്തില്ല. അപ്പോ പ്രപഞ്ചശക്തികൾ ദൈവത്തിന്റെ ആജ്ഞകൾ, ദൈവത്തിന്റെ കൽപ്പനകൾ പൂർണ്ണമായും അനുസരിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ സ്വരൂപപ്രകാരം സൃഷ്ടിച്ചതായ മനുഷ്യനോ ദൈവത്തിന്റെ കൽപ്പനകളായാലും ദൈവത്തിന്റെ കർത്താവ് നമുക്ക് തരുന്നതായ ഉപദേശമായാലും ദൈവം തരുന്നതായ വചനമായാലും നാം എങ്ങനെയാണ് അനുസരിപ്പാൻ കാണിക്കുന്നതായ ആ മനസ്സ് എന്ന് നാം ചിന്തിക്കണം. അതിനൊന്നും ഒരു നിത്യതയോ അല്ലെങ്കിൽ നിത്യ സൗഭാഗ്യമോ സ്വർഗീയവാസമോ ഒന്നും ദൈവം അരുളി ചെയ്തിട്ടില്ല. ദൈവം മനുഷ്യന് മാത്രമേ അത് അരുളി ചെയ്തിട്ടുള്ളൂ. ആ വലിയ ഭാഗ്യ പദവിക്ക് നിയമിതരായിരിക്കുന്നതായ മനുഷ്യൻ എത്രത്തോളം വലിയവനായ ദൈവത്തെ അനുസരിക്കണം. അങ്ങനെയെങ്കിൽ നാം ദൈവസന്നിധാനത്തിൽ ഏത് അളവിൽ വിധേയപ്പെടണമെന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടതാണ്. അതിനനുസരിച്ച് വേണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്ന് ഇന്ന് രാത്രിയിൽ ഓർക്കണം. അപ്പൊ നായിച്ച പെരുകി കഴിഞ്ഞപ്പോ ഫറവോൻ ഒരു ഒത്തുതീർപ്പ് നാടകവുമായിട്ട് മോശയുടെ അടുത്ത് വരികയാണ്. 8-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ, and Pharaoh called for Moses and for Aaron and said, go, you sacrifice to your God in the land. ഫറവോൻ മോശയെയും അഹരോനെയും വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പി. അതുവരെ കഠിന ഹൃദയനായിരുന്നതായ ഫറവോൻ തന്റെ ഹൃദയത്തിന് അല്പം ഒരു അയവ് വരികയാണ്. യഹോവയായ ദൈവം ആര്, നിങ്ങളുടെ ദൈവം ആര്, ഞാൻ നിന്നെയും അറിയുന്നില്ല, നിങ്ങളുടെ ദൈവത്തെയും അറിയുന്നില്ല എന്ന് പറഞ്ഞ് മോശയെ ആട്ടിക്കളഞ്ഞതാണ് ആര്, ഫറവോൻ. ഇപ്പോ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക എന്ന പെർമിഷൻ കൊടുത്തു. പക്ഷേ എന്തേലും പ്രയോജനമുള്ളതായ പെർമിഷനാണോ കൊടുത്തത്? എന്താ ഫറവോൻ പറയുന്നത്? മോശയും അഹരോനെയും വിളിച്ചു, നിങ്ങൾ പോയി ദൈവത്തെ ആരാധിച്ചോ, പക്ഷെ എന്ത് ചെയ്യണം? മിസ്രയീം ദേശത്ത് വെച്ച് തന്നെ നിങ്ങൾ ആരാധിച്ചു.
മിസ്രയീം ദേശത്ത് നിന്ന് നിങ്ങൾ വിട്ടുപോകരുത്. ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ ആരാധിക്കുന്നത് പോലെ ഞങ്ങളുടെ ആരാധനാക്രമം അനുസരിച്ച്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതചര്യ അനുസരിച്ച്, ഞങ്ങളുടെ സംസ്കാരം അനുസരിച്ച് നിങ്ങൾ ആരാധിച്ചോ കുഴപ്പമില്ല. നിങ്ങൾ ദേശത്ത് നിന്ന് വിട്ടുപോകരുത്. പിശാച് കൊണ്ടുവരുന്ന ഏറ്റവും തന്ത്രപരമായ ചിന്ത ഇതാണ്. വേർപാട്, വിശുദ്ധി, ദൈവം ആചരിക്കുവാൻ ജനത്തോട് പറയുമ്പോ പിശാച് കൊണ്ടുവരുന്ന ഒരു കോംപ്രമൈസ് ഉണ്ട്. ആദ്യം പൂർണ്ണമായ എതിർപ്പ് അവൻ കൊണ്ടുവന്നിട്ട് അല്പം ഒരു ലിബറലിസം തരുമ്പോ നാം വിചാരിക്കുന്നത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു, നമുക്ക് ഇവിടെ ഇരുന്നങ്ങ് ആരാധിക്കാം, ഇവരുടെ കൂടെ ഇരുന്നങ്ങ് ആരാധിക്കാം എന്ന് ഇസ്രായേൽ കരുതുമെന്നാണ് ആ ഫറവോൻ വിചാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ വലിയൊരു വിഷയമാണ്. നാം നമ്മുടെ ചുറ്റുപാടുമുള്ളതായ വിവിധ സംസ്കാരമുള്ള, വിവിധ ദൈവവിശ്വാസങ്ങളുള്ള, വിവിധ റിച്വൽസ്, പാരമ്പര്യപ്രകാരമുള്ളതായ ആരാധനാക്രമങ്ങൾ പിൻപറ്റുന്ന അനേക ജാതിക്കാരുടെ ഇടയ്ക്ക് അവരുടേതായിട്ടുള്ളതായ റിച്വൽസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ളതായ സന്തോഷ അവസരങ്ങളുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നവർ അവരുമായി അങ്ങനെ ഒരു സംസ്കാര സമന്വയം ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിന്റെ ഇടയ്ക്ക് വേർപാട് അനുസരിക്കേണ്ടവർ വേർപാട് അനുസരിക്കണം. ദൈവജനത്തിന് ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അത് ദൈവവചനപ്രകാരമുള്ളതായ ഡിസിപ്ലിനാണ്. ദൈവവചനപ്രകാരം ഡിസിപ്ലിൻഡ് ആയില്ലെങ്കിൽ ദൈവം അത് കണക്കാക്കുകയില്ല. ദൈവം മുമ്പാകെ അങ്ങനെ ചെയ്യുന്നത് ശിക്ഷാർഹമാണ് എന്ന് നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ഡിസിപ്ലിൻ ദൈവസഭയിൽ, ദൈവജനത്തിന്റെ ഇടയിൽ കർത്താവിന്റെ ദാസന്മാർ പറയുമ്പോൾ പ്രായമുള്ളവർ മാത്രമല്ല, കുഞ്ഞുങ്ങളെയും ആ ഡിസിപ്ലിനിലേക്ക് നമ്മൾ നടത്തണം. കുഞ്ഞുങ്ങളല്ലേ, അവർ ഇന്ന് ഇങ്ങനെ ആയിക്കോട്ടെ, നാളെ അവർ ശരിയായിക്കോളും എന്ന് പറഞ്ഞ് ഒരിക്കലും അവരെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് വിടരുത്. പിന്നെയോ അവരെ ആ ഡിസിപ്ലിൻഡായി കൊണ്ടുവരുവാൻ നാം ഏത് ഡിസിപ്ലിനാണോ അനുസരിക്കുന്നത്, നമ്മോട് ഏത് ഡിസിപ്ലിനാണോ പിൻപറ്റുവാൻ ദൈവവചനം പറഞ്ഞിരിക്കുന്നത്, അതിനനുസരിച്ച് നാം പിൻപറ്റുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ അതിലേക്ക് തന്നെ വഴി നടത്തുവാൻ, ചെറുതായിരിക്കുമ്പോൾ തന്നെ അവരെ അതിലേക്ക് വഴി നടത്തുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. 26-ാമത്തെ വാക്യത്തിൽ മോശ പറയുകയാണ്, അങ്ങനെ ചെയ്തുകൂടാ കേട്ടോ. മിസ്രയീമ്യർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ. മിസ്രയീമ്യർക്ക് അറപ്പായുള്ളത് അവർ കാണെ ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലയോ? ആട് വളർത്തലെന്ന് പറയുന്നത് മൃഗസംരക്ഷണം എന്ന് പറയെങ്കിൽ ആട്ടിടയന്മാരെ സംബന്ധിച്ച് മിസ്രയീമ്യർക്ക് അവരെ വെറുപ്പാണ്. അപ്പോൾ അവർ വളർത്തുന്നതായ കന്നുകാലികളെ, അല്ലെങ്കിൽ അവർ വളർത്തുന്നതായ ഈ ആടുകളെ മിസ്രയീമ്യർക്ക് അറപ്പായിരിക്കുന്നതായ അത്തരം വിഷയങ്ങൾ ദൈവത്തിന് യാഗം കഴിക്കേണ്ടി വരുമ്പോ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലയോ എന്നാണ് മോശ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ 3 ദിവസത്തെ വഴിദൂരം മരുഭൂമിയിൽ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കണം. ഇതാണ് ദൈവത്തിന്റെ പ്രമാണം. നോക്കിക്കേ, ഫറവോൻ പറയുകയാണ്, നിങ്ങൾ ദേശത്ത് വെച്ച് തന്നെ ആരാധിച്ചു. പക്ഷെ മോശയ്ക്ക് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് മോശ തയ്യാറല്ല. മോശ പറയുകയാണ്, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടാ. ഞങ്ങൾക്ക് യഹോവയായ ദൈവം ഞങ്ങളോട് പറഞ്ഞതായ കൽപ്പന അനുസരിച്ചേ പറ്റുകയുള്ളൂ. ഇവിടെ നിന്ന് 3 ദിവസത്തെ വഴിദൂരം യാത്ര ചെയ്ത് മരുഭൂമിയിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കണമെന്നാണ് ദൈവം ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾക്ക് അതിനോട് കോംപ്രമൈസ് ചെയ്യുവാൻ, അതിനെതിരായി ഒരു വിഷയത്തിലും കോംപ്രമൈസ് ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല എന്ന് മോശ
ഫറവോനോട് തന്റെ ഇംഗിതം അറിയിച്ചപ്പോൾ ഫറവോൻ പറയുന്നു, നോക്കി, നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം, അതിദൂരത്തു മാത്രം പോകരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. അതിദൂരത്ത് പോകരുത്. ആദ്യം പറഞ്ഞു ഞങ്ങളുടെ ഇടയിൽ വെച്ച് ആരാധിക്കണം. അടുത്തത് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിദൂരത്ത് പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതായ പിശാചിന്റെ അടുത്ത കോംപ്രമൈസിങ് കണ്ടീഷനാണ്. കണ്ടാൽ സാമ്യം എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് തോന്നുന്ന, വലിയ അന്തരമില്ല എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ ഒന്നിച്ചു ചേർത്ത് കോംപ്രമൈസ് ചെയ്യത്തക്ക വിധത്തിൽ അതിദൂരത്ത് പോകരുതെന്നുള്ളതായ കണ്ടീഷൻ വെച്ചുകൊണ്ട് ജനത്തെ വശീകരിച്ച് നിർത്തുവാൻ ശ്രമിക്കുന്നതായ ആ ഫറവോന്യ തന്ത്രം അല്ലെങ്കിൽ പൈശാചിക തന്ത്രം ദൈവജനം നിശ്ചയമായി മനസ്സിലാക്കണമെന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും പിശാചിന്റെ കോംപ്രമൈസിങ്ങിനോട് നാം കടന്നു വരരുത് എന്നുള്ള കാര്യം നാം ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. അപ്പൊ നാലാമത്തെ ബാധ നമ്മൾ ചിന്തിച്ചു, നയിച്ച. അടുത്ത 3 ബാധകൾ 9-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 5-ാമത്തെ ബാധ എന്ന് പറയുന്നത് മൃഗസംഹാരമാണ്. 6-ാമത്തെ ബാധ എന്ന് പറയുന്നത് ശരീരത്തിൽ, മൃഗത്തിന്റെയും മനുഷ്യന്റെയും ശരീരത്തിൽ പുണ്ണ് പൊങ്ങുന്നതാണ്. അടുത്തത് കൽമഴ. 7-ാമത്തെ ബാധ എന്ന് പറയുന്നത് കൽമഴയാണ്. ഇത് 3 നമുക്ക് 9-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ 5-ാമത്തെ ബാധ മൃഗസംഹാരം. യഹോവയായ ദൈവം ഫറവോനോട് പറയുകയാണ്, വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും ജനത്തെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കരം കുതിര, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിൽ മേൽ വരും. അതികഠിനമായ വ്യാധി ഉണ്ടാകും. യഹോവ ഇസ്രായേല്യരുടെ മൃഗങ്ങൾക്കും ഇസ്രായേലിയുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വെക്കും. ഇസ്രായേൽ മക്കൾക്കുള്ളതായ സകലത്തിലും ഒന്നും ജാകുകയില്ല. ദൈവം തന്നെ ന്യായവിധി അയക്കുമ്പോ ദൈവജനത്തിനും ദൈവത്തെ അനുസരിക്കാത്തവരും തമ്മിലുള്ളതായ വ്യത്യാസം ദൈവം എക്കാലത്തും വെക്കും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് മുമ്പ് കാലത്തുമുണ്ട്, ഈ കാലത്തിലും ദൈവത്തിന്റെ ന്യായവിധിയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു. മൃഗസംഹാരത്തിന് വേണ്ടിയുള്ളതായ സമയം വരെ യഹോവയായ ദൈവം കുറച്ചിരിക്കുകയാണ്. അങ്ങനെ 6-ാമത്തെ വാക്യം, അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു. ഇസ്രായേലിന്റെ മൃഗങ്ങളെല്ലാം ചത്തു, ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല. ഫറവോൻ ആളയച്ചു, ഇസ്രായേലിയുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടു. എങ്കിലും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല. ഇവിടെ ദൈവം ചെയ്യുന്നതായ കാര്യം വ്യക്തമായ ഒരു വ്യത്യാസം ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ അനുസരിക്കാത്തവരും തമ്മിലുള്ളതായ വ്യത്യാസം ദൈവം വെക്കുകയാണ്. ഞാൻ അവിടെ എങ്ങും നിൽക്കുന്നില്ല, ഞാൻ മുന്നോട്ട് കടന്നു പോകുവാനായി താല്പര്യപ്പെടുകയാണ്. 6-ാമത്തെ ബാധ മനുഷ്യന്റെ മേലും ജനത്തിന്റെ മേലും മൃഗങ്ങളുടെ മേലും ശരീരത്തിൽ പുണ്ണായി പൊങ്ങുന്നതായ വ്യാധി കടന്നു വരികയാണ്. 6-ാമത്തെ വ്യാധിയായി. പിന്നെ യഹോവ മോശയോടും അഹരോനോടും അടുപ്പിലെ വെണ്ണീർ കൈ നിറച്ച് വരുവിൻ, മോശ അത് ഫറവോന്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതരട്ടെ. അത് മിസ്രയീം ദേശത്ത് എല്ലായിടവും ധൂളിയായി പാറി മിസ്രയീം ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാകും എന്ന് കൽപ്പിച്ചു. അപ്പോ 6-ാമത്തെ ബാധയാണ് പുണ്ണ്. അതും അതിന്റെ മുമ്പിലും ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുകയാണ്.
13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അടുത്ത ബാധയായ കൽമഴയെ കുറിച്ച് 11-ാമത്തെ വാക്യം വായിക്കാം. നിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. മന്ത്രവാദികൾക്കും എല്ലാ മിസ്രയീമ്യർക്കും ഉണ്ടായിരുന്നു. എന്നാൽ യഹോവ മോശയോട് അരുളി ചെയ്തിരുന്നത് പോലെ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോ 6-ാമത്തെ ബാധയായ പുണ്ണ് വന്നപ്പോഴും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടതേ ഉള്ളൂ. 7-ാമത്തെ ബാധയെ കുറിച്ചുള്ളതായ അറിയിപ്പ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ 7-ാമത്തെ ബാധ എന്ന് പറയുന്നത് കൽമഴയെ കുറിച്ചുള്ളതായ അറിയിപ്പാണ്. 13 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പാകെ നിന്ന് അവരോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. സർവഭൂമിയിലും എന്നെ പോലെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് ഇപ്രാവശ്യം ഞാൻ എന്റെ ബാധകളൊക്കെയും നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്റെ മേലും അയക്കും. എന്തിനാണ് ഈ ബാധ അയക്കുന്നത്? ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവമാണ് ഈ പ്രപഞ്ചത്തിലെ സർവാധികാരിയായ സർവശക്തനായ ദൈവമെന്ന് ജാതികൾ അറിയേണ്ടതിന് വേണ്ടിയാണ് ദൈവജനത്തിന്റെ ഇടയിൽ ദൈവം പ്രവൃത്തി അയക്കുന്നത്. അത് ഗുണമായാലും ഒരുപക്ഷെ ദോഷമാണ് എന്ന് നമ്മുടെ ചിന്തയിൽ നമുക്ക് വന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം, നാം ദൈവത്തെ വാസ്തവമായി ആരാധിക്കുന്നവരെങ്കിൽ, നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ, ദൈവത്തോട് കൂടെ വാഴുവാൻ നാം നിയോഗിക്കപ്പെട്ടവരാണെങ്കിൽ, നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. നാം മുഖാന്തരം വലിയവനായ ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് ഈ ലോകം മനസ്സിലാക്കണം. ദൈവജനത്തിന്റെ ഇടയിൽ ഒരു പ്രശ്നം എന്താണ് ദൈവം വരുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു പ്രശ്നം വരുമ്പോ അത് പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും ആ ദൈവത്താലുള്ളതായ പ്രശ്നപരിഹാരം ഇപ്രകാരമായിരിക്കുമെന്നും ദൈവജന വിഷയങ്ങളെ പരിഹരിക്കുന്നത് കൊണ്ട് ആരറിയണം? ദൈവജനത്തിന് പുറത്തുള്ള ഈ ലോകം അറിയണം. അങ്ങനെ ദൈവജനത്തിന്റെ ജ്ഞാനം കണ്ട് ദൈവജനം പ്രശ്നത്തിന്റെ പരിഹാരം കാണുന്നതിന്റെ മഹിമ കണ്ട് അവരെ സഹായിക്കുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് നാം മുഖാന്തരം ലോകം കടന്നു വരണമെന്നുള്ളതാണ് ദൈവജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ നാം എന്താ ചെയ്യുന്നത്? ശ്രദ്ധിച്ചു നോക്കിക്കേ. നാം ചെയ്യുന്നത് ലോകർ ചെയ്യുന്നത് നോക്കി, ലോകത്തിന്റെ തത്വം മനസ്സിലാക്കി അതനുസരിച്ച് ലോകത്തിന്റെ നിയമം നോക്കി, ലോകത്തിന്റെ നിയമപ്രകാരം ലോകം എന്ത് ചെയ്യുന്നുവോ അതിന്റെ പിന്നാലെ പോകുവാനാണ് ദൈവജനം ശ്രമിക്കുന്നത്. ലോകം ഏത് രീതിയിലാ പോകുന്നത്, എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയാം. ലോകം ഒരു നശീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം ഒരു ലക്ഷ്യമില്ലായ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ, ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോ പാനിക്കാകുന്നതായ ജനത്തെയാണ് നമ്മുടെ ചുറ്റിനും കാണുവാൻ കഴിയുന്നത്. നാമും വിഷയങ്ങളുടെ മുമ്പിൽ പാനിക്കാകും. പക്ഷേ പാനിക്കാകുവാനല്ല, തിരുമുഖത്തേക്ക് നോക്കി ദൈവമേ അങ്ങയുടെ പരിഹാരം എന്താണ്, വാട്ട് ഈസ് യുവർ സൊല്യൂഷൻ എന്ന് ദൈവത്തോട് ചോദിച്ച് ദൈവം തരുന്നതായ സൊല്യൂഷൻ, അത് ലോകം തരുന്നതായ സൊല്യൂഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ലോകത്തിന് അത് അംഗീകരിക്കുവാൻ കഴിയാത്ത വിഷയമായിരിക്കാം. പക്ഷേ വിജയകരമായ പ്രശ്നപരിഹാരം കാണുന്ന ദൈവജനത്തിന് ദൈവിക ജ്ഞാനമുണ്ടെന്ന് മനസ്സിലാക്കി ആ ജ്ഞാനം നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് ലോകം കടന്നു വരേണ്ടതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ ജനത്തെ ലോകത്തിൽ ദൈവമാക്കി വച്ചിരിക്കുന്നത്. ഇത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു ദൈവമേലിന്റെ ജീവിതത്തിൽ സുഖം തന്നാലും
സന്തോഷം തന്നാലും രോഗം വരുത്തിയാലും സൗഖ്യം വരുത്തിയാലും പ്രൈസ് ദി ലോർഡ് കഷ്ടത വരുത്തിയാലും ആശ്വാസം തന്നാലും അതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന്റെ മഹത്വം നമ്മിൽ കൂടെ ലോകം മനസ്സിലാക്കേണ്ടതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്നതായ പരിപാടികളാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. 15-ാമത്തെ വാക്യത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈ നീട്ടി നിന്നെയും നിന്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയുമായിരുന്നു. യഹോവയായ ദൈവം ഫറവോനോട് പറയുകയാ, നിന്നെ ഈ ഭൂമിയിൽ നിന്ന് മിസ്രയീമിനെ അടിമുടി നശിപ്പിച്ചു കളയാൻ എനിക്കൊരു പ്രയാസവുമില്ല. ഏതു സമയത്തും അത് ചെയ്യുവാൻ എനിക്ക് കഴിയും. പക്ഷേ എന്താ ഞാൻ നിർത്തിയിരിക്കുന്നറിയാമോ? ഞാൻ നിർത്തിയിരിക്കുന്നതിന് കാരണം എങ്കിലും എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുകയാണ്. എന്താ ഫറവോനെ, നീ കാണിക്കുന്ന ഈ കഠിനതയ്ക്ക് വിപരീതമായി, നീ കാണിക്കുന്ന ഈ ദുഷ്ടതയ്ക്ക് പ്രതിഫലമായി ഒറ്റ നിമിഷം കൊണ്ട് നിന്നെ എനിക്ക് ഭൂമിയുടെ മുഖത്തു നിന്ന് തൂത്തെറിഞ്ഞു കളയാം. പക്ഷേ ഞാനാണ് നിന്നെ നിർത്തിയിരിക്കുന്നത്. എന്തിനാ നിർത്തിയിരിക്കുന്നത്? ഞാൻ എന്റെ മഹത്വം നിന്നെ കാണിക്കേണ്ടതിനും എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനുമായി ഫറവോനെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവം ദുഷ്ടന്മാരെ നിർത്തുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കണം. എന്റെ ഈ ജനത്തെ അയക്കാതിരിപ്പാൻ തക്കവണ്ണം നീയും ഇനിയും അവരെ തടഞ്ഞു നിർത്തുകയാണ്. മിസ്രയീം സ്ഥാപിതമായ നാൾ മുതൽ ഇന്നുവരെ അതിലുണ്ടായിട്ടില്ലാത്ത അതികഠിനമായ കൽമഴ ഞാൻ നാളെ ഈ നേരത്ത് പെയ്യിക്കും. കൽമഴയ്ക്കുള്ളതായ സമയം കുറിച്ചു. ഞാൻ ഈ നേരത്ത്, നാളെ ഈ നേരത്ത് നിന്റെ ദേശത്തിന്റെ മേൽ കൽമഴ പെയ്യിക്കും. ശ്രദ്ധിക്കണം, വലിയ കല്ലുകൾ ആകാശത്ത് നിന്ന് എങ്ങനെ പെയ്യും എന്ന് മാനുഷികമായി ചിന്ത വന്നേക്കാം. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയിൽ അതൊക്കെ നിസ്സാരമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ അതിന് ഉത്തരം കിട്ടുവാൻ കഴിയുമോ? നമുക്കറിയാം, നമ്മുടെ ഇവിടെ ആയാലും ഒരുപക്ഷെ പലയിടങ്ങളിലും തണുപ്പ് സമയത്ത് ഈ ആലിപ്പഴം പൊഴിയും നമുക്കറിയാം. അതെന്തുകൊണ്ടാണ് നമുക്കറിയാം. എന്തുകൊണ്ടാണ്? ഘനീഭവിച്ചു നിൽക്കുന്നതായ അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതായ മേഘം പെട്ടെന്ന് ഘനീഭവിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാകാം. പക്ഷേ അതല്ല ഇത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളതായ ആലിപ്പഴം പൊഴിയുന്നത് പോലും നമുക്ക് ഭയാനകമായി തോന്നുമെങ്കിൽ വലിയ വലിയ ഒരു താലന്തോളം വലിപ്പമുള്ളതായ കല്ല്, വലിയ ഭാരമുള്ളതായ കല്ലുകൾ ആകാശത്ത് നിന്ന് മുകളിൽ നിന്ന് വീഴുമ്പോ ഒരു ചെറിയ കല്ല് പോലും മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോ അതിന്റെ ഫോഴ്സ് കൊണ്ട് അതിന്റെ വലിപ്പത്തേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ളതായ ഇമ്പാക്ട് ഉണ്ടാകുമെങ്കിൽ വലിയ വലിയ പാറക്കല്ലുകൾ ദേശത്തിന്റെ മേൽ പെയ്യുമ്പോ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നതായ നശീകരണം എന്നുള്ള കാര്യം നമുക്ക് ചിന്തിപ്പാൻ പോലും കഴിയാത്ത വിധത്തിൽ ഭയാനകമായിരിക്കും. 20-ാമത്തെ വാക്യത്തിൽ ആ പ്രതികരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫറവോന്റെ ഭൃത്യന്മാരിൽ യഹോവയുടെ വചനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെയും മൃഗങ്ങളെയും വീടുകളിൽ വരുത്തി രക്ഷിച്ചു. വയലിൽ മേയുവാൻ വിട്ടിരിക്കുന്ന, കൃഷി ചെയ്യാൻ വിട്ടിരിക്കുന്ന, ജോലി ചെയ്യാൻ വിട്ടിരിക്കുന്നതായ മൃഗസമ്പത്ത് വളരെയാണ്. കഴിഞ്ഞ ഏതാണ്ട് 6 ബാധകളും കണ്ടിട്ടും വിശ്വസിക്കുവാനോ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കുവാനോ കഴിയാത്തതായ വിഡ്ഢികളായ ജനം ആ മിസ്രയീമിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതൊരു മനുഷ്യന്റെ നേച്ചറാണ് കേട്ടോ. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര കണ്ടാലും അത് മനസ്സിലാക്കുവാൻ കഴിയാതെ അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കി
അതിനനുസരിച്ച് നീങ്ങുവാൻ കഴിയാതെ ബുദ്ധി മന്ദീഭവിച്ചു പോയതായ ആൾക്കാർ ഇന്നും ലോകത്തിലുണ്ട്. കൃപയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കുവാനും ആ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ദൈവം തന്നതായ ആ വലിയ കൃപയോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് ആ ഒരു വലിയ കരുണ നമ്മുടെ മേൽ കാണിച്ചു. ഇവിടെ ഭൃത്യന്മാരെ സംബന്ധിച്ച് ആ ദേശത്തുള്ളതായ ജനത്തിൽ ഒരു ഭാഗം കഴിഞ്ഞു പോയതായ കാര്യങ്ങളെ ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ടിടയായി. 6 ബാധകളും അവർ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തവരാണ്. അവരതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ മനസ്സിലായി, കൽമഴയെ കുറിച്ച് പറഞ്ഞതായ കാര്യങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഞങ്ങൾക്കുള്ളതായ മൃഗസമ്പത്ത് മുഴുവൻ നശിച്ചു പോകുവാനിടയായി തീരുമെന്ന് മനസ്സിലാക്കിയതായ ആ ജനം അവരുടെ മൃഗസമ്പത്തിനെയും അവരുടെ മനുഷ്യരെയും ഭവനങ്ങളിലാക്കി സുരക്ഷിത സ്ഥാനത്താക്കി സംരക്ഷിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. എന്നാൽ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതിരുന്നവർ ദാസന്മാരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ വിട്ടു. പിന്നെ 7ാമത്തെ ബാധ വരികയാണ്. പിന്നെ യഹോവ മോശയോട്, മിസ്രയീം ദേശത്ത് എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലും ഇസ്രായേൽ ദേശത്തുള്ള സകല സസ്യത്തിന്റെ മേലും കൽമഴ വരുവാൻ നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി. അപ്പോൾ യഹോവ ഇടിയും കൽമഴയും അയച്ചു. തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി. യഹോവ മിസ്രയീം ദേശത്തിന്മേൽ കൽമഴ പെയ്യ്ക്കുവാനിടയായി. ഇങ്ങനെ കൽമഴയോടുകൂടെ വിടാതെ ഇറങ്ങുന്ന തീയും അതികഠിനമായിരുന്നു. മിസ്രയീം ദേശത്ത് ജനവാസം തുടങ്ങിയതു മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല. മിസ്രയീം ദേശത്ത് എല്ലായിടവും മനുഷ്യരെയും മൃഗങ്ങളെയും വയലിൽ ഇരുന്ന സകലത്തെയും കൽമഴ സംഹരിച്ചു. കൽമഴ വയലിലുള്ള സകല സസ്യത്തെയും നശിപ്പിച്ചു. ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശൻ ദേശത്ത് മാത്രം കൽമഴ ഉണ്ടായില്ല. അപ്പോ ഒരു ദേശത്തെ സംരക്ഷിച്ചുകൊണ്ട് ആ ദേശത്തിന് പുറത്തുള്ളതായ മിസ്രയീമിലെ സകല ഇടങ്ങളിലും കൽമഴ പെയ്ച്ചുകൊണ്ട് വലിയ ഒരു നശീകരണം ദൈവം ജനത്തിന്റെ മേൽ അയക്കുന്നതായിട്ടാണ്, മിസ്രയീമിന്റെ മേൽ അയക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദേശത്തെ 7ാമത്തെ ബാധയാണ് ആയിരുന്നു കൽമഴ. ആ 22 മുതൽ 26 വരെ ഉള്ളതായ വാക്യങ്ങളാണ് നാം വായിച്ചത്. എന്നാൽ 27ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, അപ്പോൾ ഫറവോൻ ആളയച്ചു, മോശയെയും അഹ്റോനെയും വിളിപ്പിച്ചു. അവരോട്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു. യഹോവ നീതിയുള്ളവൻ, ഞാനും എന്റെ ജനവും ദുഷ്ടന്മാർ. അനുദപിക്കുന്ന പാപത്തെ കുറിച്ച് തിരിച്ചറിവ് വരുന്ന ഒരു ഫറവോനെ നമുക്ക് കാണുവാൻ കഴിയും. ഇതുവരെ അവന്റെ ഹൃദയം കഠിനപ്പെട്ടു. ആ കഠിനതയാണ് പാപത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം അവൻ മുഖം തിരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. എന്നാൽ ചില അല്പനേരത്തേക്ക് അവന്റെ ഹൃദയത്തിൽ എന്ത് സംഭവിച്ചു? അനുതാപം കടന്നു വരുവാനിടയായി. ഹി റിയലൈസ്ഡ് അബൌട്ട് ഹിസ് സിൻ. ആ പാപത്തെ കുറിച്ചുള്ളതായ തിരിച്ചറിവ് അവനുണ്ടായി. അതുകൊണ്ട് അവൻ സമ്മതിക്കുകയാ, അയ്യോ ഞാൻ പാപം ചെയ്തു എന്നവൻ സമ്മതിക്കുകയാണ്. പക്ഷേ ഫറവോൻ പാപം ചെയ്തു എന്ന് സമ്മതിച്ചത് കൊണ്ട് നാം കഴിഞ്ഞ ഞായറാഴ്ച കേട്ടതുപോലെ ഫറവോന് രക്ഷയുണ്ടായോ? തൊട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോ നമുക്കത് കാണുവാൻ കഴിയും. അതുകൊണ്ട് മോശയോട് പറയുകയാണ്, യഹോവയോട് പ്രാർത്ഥിപ്പീൻ, ഈ ഭയങ്കരമായ ഇടിയും കൽമഴയും മതി, ഞാൻ നിങ്ങളെ വിട്ടയക്കാം, ഇനി താമസിപ്പിക്കുകയില്ല. മോശ അവനോട്, ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവയെങ്കിലേക്ക് കൈമലർത്തും, ഭൂമി യഹോവയ്ക്കുള്ളത് എന്ന് നീ അറിയേണ്ടതിന് ഇടിമുഴക്കം നിന്നുപോകും, കൽമഴയും പിന്നെ ഉണ്ടാകുകയില്ല. എത്ര സംശയം കൂടാതെയാണ് മോശ ദൈവപ്രവൃത്തിയെ കുറിച്ച് പറയുന്നത് നോക്കിക്കേ. മോശ പറയുകയാണ്, ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവയെങ്കിലേക്ക് കൈമലർത്തും, ഭൂമി യഹോവയ്ക്കുള്ളത് എന്ന് നീ അറിയേണ്ടതിന് ഇടിമുഴക്കം നിന്നുപോകും, കൽമഴയും പിന്നെ ഉണ്ടാകുകയില്ല.
എന്നാൽ നീയും നിന്റെ ഭൃത്യന്മാരും യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. മോശ പ്രവാചകനാണോ? നിശ്ചയമായും മോശ പ്രവാചകനാണ്. മോശ എന്താ പ്രവചിച്ചു പറയുന്നത്? നീ പറഞ്ഞല്ലോ ഞാൻ പാപം ചെയ്തു പോയി എന്ന് നീ സമ്മതിച്ചല്ലോ, അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാണ്, പാപം ചെയ്തു പോയി എന്ന് നീ സമ്മതിച്ചത് കൊണ്ട് നീ ജനത്തെ വിട്ടയക്കണമെന്നില്ല. നീ എന്ത് ചെയ്യും? നീ വീണ്ടും ഇതേ പാപം ആവർത്തിക്കും. ജനത്തെ വിട്ടയക്കുകയില്ല എന്ന് നീ പറയും. ജനത്തിന്റെ മേലുള്ളതായ ആ തടസ്സം നീ വെക്കും. ഞാൻ നിന്റെ ഹൃദയം കഠിനമാക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ലാതെ എനിക്കറിയാം. നീ പാപം ചെയ്തു പോയെന്ന് സമ്മതിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷേ ആ പാപത്തിൽ നിന്ന് നീ പിന്മാറുകയില്ല എന്നുള്ളത് ഞാൻ അറിയുന്ന വിഷയമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഫറവോൻ പാപത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടായിട്ട് പാപത്തെ ഓർത്ത് അവൻ അനുതപിച്ചിട്ടും അവൻ എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ, അവൻ ആ പാപത്തിൽ നിന്ന് പിന്തിരിയുവാനുള്ളതായ ആഗ്രഹം കാണിച്ചില്ല, പിന്തിരിയുവാനുള്ളതായ പ്രവണത അവനില്ലായിരുന്നു. ആവർത്തിതമായി അവന്റെ ജീവിതത്തിൽ പാപം ചെയ്യുവാൻ അവൻ പ്രേരിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അവൻ രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. 31-ാമത്തെ വാക്യം, അങ്ങനെ ചണവും യവവും നശിച്ചുപോയി, യവൻ കതിരായും ചണം പൂത്തുമിരുന്നു, എന്നാൽ ഗോതമ്പും ചോളവും വളർന്നിട്ടില്ലായതുകൊണ്ട് നശിച്ചില്ല. ഫറവോൻ വീണ്ടും കഠിനപ്പെടുകയാണ്. മോശ ഫറവോനെ വിട്ട് പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയെങ്കിലേക്ക് കൈമലർത്തിയപ്പോൾ ഇടിമുഴക്കവും കൽമഴയും നിന്നു, മഴ ഭൂമിയിൽ ചൊരിഞ്ഞതുമില്ല. എന്നാൽ മഴയും കൽമഴയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാപം ചെയ്തു. അവനും ഭൃത്യന്മാരും ഹൃദയം കഠിനമാക്കി. യഹോവ മോശ മുഖാന്തരം അരുളി ചെയ്തിരുന്നത് പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല. അപ്പോ എന്താണോ മോശ പറഞ്ഞത് അതുപോലെ അവിടെ സംഭവിക്കുകയാണ്. കാര്യങ്ങൾ ക്രമീകൃതമായി, കാര്യങ്ങൾ സോൾവ് ആയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഫറവോൻ മടങ്ങിപ്പോകുകയും. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നതായ കാര്യങ്ങൾ ഇങ്ങനെ ആവശ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോ നാം ദൈവം മുമ്പാകെ ഒത്തിരി കരയും, പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ ഒരുവിധം ക്ലിയർ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, കൂടെ നിന്നവരെയും മറക്കും, ദൈവസഭയെയും മറക്കും, ദൈവത്തെയും മറക്കും. പിന്നെ ഓരോരുത്തരും അവരവരുടെ വഴിക്കും. ഇത് സാധാരണ കണ്ടുവരുന്ന കാര്യമാണ്. ഇതൊരു ഫറവോന്റെ വ്യാപാരമാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ജനത്തിന്റെ മേൽ ഇങ്ങനെയുള്ളതായ ബാധ വന്നത് എന്ന് ചോദിച്ചാൽ, ദൈവം ആലോചന പറഞ്ഞു. ദൈവം ആലോചന പറയുമ്പോ ബുദ്ധിക്കനുസരിച്ച് പറയുന്നതായ ആലോചന സ്വീകരിപ്പാൻ കഴിയാതെ വരും. അങ്ങനെ സ്വീകരിപ്പാൻ കഴിയാതെ വരുമ്പോ ആ അനുസരണക്കേട് അല്ലെങ്കിൽ ദൈവാലോചന മാറ്റി നമ്മുടെ ബുദ്ധിപരമായ ചിന്തയ്ക്കും ബുദ്ധിപരമായ ആലോചനയ്ക്കും കീഴ്പ്പെടുന്നത് കൊണ്ട് ദൈവത്തിന് പോലും ഒരുപക്ഷെ പ്രവർത്തിപ്പാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരും. അത് ശാരീരികമായ കഷ്ടതയാകാം, മാനസികമായ പ്രയാസങ്ങളായിരിക്കാം, ഭൗതികമായ ഞെരുക്കങ്ങളായിരിക്കാം. ഒരു വലിയ നമുക്ക് മനസ്സിലാക്കേണ്ടതിന് ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ. ദൈവജനത്തിന് ചേർന്ന് നിൽക്കേണ്ടാത്തതായ ഇടങ്ങളുണ്ട്. ഒരുപക്ഷെ നന്മ ലഭിക്കുമെന്ന് കരുതി, അല്ലെങ്കിൽ നന്മ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി ചേരണ്ടാത്തതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ദൈവത്താലുള്ളതായ കഷ്ടത വരുവാനായിട്ടിടയാണ്. ആ കഷ്ടത ചിലപ്പോ അത് നീണ്ടു നിൽക്കുവാനിടയാകും. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം നമ്മുടെ ഭൗതികത്തിലായാലും
നമ്മുടെ ശരീരത്തിലായാലും അകാരണമായി മാനസികമായി ഉണ്ടാകുന്ന പ്രയാസങ്ങളിലായാലും ദൈവം മുമ്പാകെ നാം പ്രാർത്ഥിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളതായ മറുപടി നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ നിൽക്കുന്നതായ ഇടവും നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും ദൈവസന്നിധിയിൽ ശോധന ചെയ്ത് വിട്ടുമാറേണ്ടതിനോട് വിട്ടുമാറണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? കയ്യിലുള്ളതായ അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ തടഞ്ഞു നിർത്തുവാൻ കഴിയാത്തതായ പ്രതിസന്ധികളിലേക്ക് നാം എത്തിച്ചേരുവാനിടയാകും. പ്രൈസലോ. ചിലതിനോട് യാത്ര പറയണമെന്ന് ദൈവം പറയുമ്പോൾ, ചിലതിനെ വിട്ടുമാറണമെന്ന് ദൈവം പറയുമ്പോൾ, ചിലതിനോട് അകന്നു നിൽക്കണമെന്ന് ദൈവം പറയുമ്പോൾ നമ്മൾ അകന്നു നിൽക്കാതെ ഇരുന്നാൽ ദൈവം അതിന് ഉത്തരവാദിയിൽ അതുമൂലം വരുന്നതായ പ്രയാസങ്ങൾക്ക് ദൈവം ഉത്തരവാദിയല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപക്ഷെ മറുപടി ലഭിച്ചില്ല എന്ന് വരാം. നന്മ ലഭിക്കുമ്പോൾ ആ നന്മ ദൈവത്തിന് പ്രസാദകരമായി എങ്ങനെ നാം വിനിയോഗിക്കണമെന്നുള്ള കാര്യം, നമുക്ക് ലഭിക്കുന്നതായ നന്മയുടെ വാതിൽ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളതായ കാര്യം നാം ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവ വിഷയമായി നാം ദൈവത്തിന് പ്രകോപനമുണ്ടാക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതുമൂലമുണ്ടാകുന്നതായ കഷ്ടതകൾക്ക് ദൈവം ഉത്തരവാദിയല്ല. അത് നമ്മൾ മനസ്സിലാക്കിയേ കഴിയുകയുള്ളൂ. ഫറവോന്റെ ജീവിതം അതാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. 8ഉം 9ഉം ബാധകൾ 10ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതും കൂടെ പറഞ്ഞ് ഇന്ന് രാത്രിയിൽ ഞാൻ ചിന്ത അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് അടുത്ത ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ക്ലാസ് എടുക്കണമെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് പെസഹയെ കുറിച്ചാണ്. പെസഹയെ കുറിച്ച് പലപ്പോഴും നമുക്ക് വലിയ ഗ്രാഹ്യമില്ലാത്ത വിഷയമാണ്. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ആചരിച്ചിരുന്നതായ അവരുടെ ഉത്സവമാണല്ലോ. അതെന്തിനാ നാം പഠിക്കുന്നത്, അതിനെക്കുറിച്ച് എന്തിനാ നാം മനസ്സിലാക്കുന്നത് എന്ന് ചിന്തിച്ച് പലപ്പോഴും നാം അതിനോട് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വരും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് തന്റെ കാൽവറി മരണം മൂലം നമുക്ക് രക്ഷ കൽപ്പിച്ചത് എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ പെസഹയെ കുറിച്ച് അല്ലെങ്കിൽ പെസഹ എന്നതായ ആ ഫെസ്റ്റിവലിനെ കുറിച്ച് നാം ആഴമായി മനസ്സിലാക്കിയില്ലെങ്കിലും ഒരു ഏകദേശ രൂപമെങ്കിലും നാം അറിഞ്ഞിരിക്കണം. അവിടെ അതിനുള്ളതായ ബന്ധത്തിൽ പ്രത്യേകമായി കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നതായ മാർമികമായ കാര്യങ്ങളുണ്ട്. പൗലോസ് പറയുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു, അത് കർത്താവായ യേശു തന്നെ എന്ന് പറയുമ്പോ പെസഹ കുഞ്ഞാട് എങ്ങനെ അറുക്കപ്പെട്ടു, പെസഹ കുഞ്ഞാടിന് എന്താണ് സംഭവിച്ചത്, അതുമൂലം ദൈവം ഉദ്ദേശിച്ചതായ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു, അതെങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചത്, അങ്ങനെ നിവർത്തിക്കപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ രക്ഷയ്ക്ക് കാരണമായി എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് രക്ഷയുടെ ബേസിക് ഡോക്ടറിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുന്നത്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് 8ഉം 9ഉം ബാധകൾ, ഒന്ന് 8ാമത്തെ ബാധ വെട്ടുക്കിളിയും 9ാമത്തെ ബാധ കൂരിട്ടുമാണ്. വെട്ടുക്കിളി എന്ന് പറയുന്നത് നമുക്കറിയാം, ഭൂമിയിലുള്ളതായ കണ്ടാൽ ചെറുതാണെങ്കിലും അത് ഭൂമിയിലുള്ളതായ സകല പച്ചിലകളെയും തിന്നുകളയുന്ന ഒരു ബാധയാണത്. ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണത്. പക്ഷേ ആ വെട്ടുക്കിളിയാണ് 8ാമത്തെ ബാധയായി ദൈവം അയച്ചത്. ദേശത്ത് കൽമഴയിൽ ശേഷിച്ചതായ സകലതും നേരത്തെ വായിച്ചല്ലോ, ഗോതമ്പ് അത് കിർത്തു വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അത് നശിച്ചില്ല എന്ന് നമ്മൾ വായിച്ചു. പക്ഷേ കൽമഴയുടെ ബാധ കഴിഞ്ഞു, ആഴ്ചകൾ
കുറച്ചു കഴിഞ്ഞപ്പോ ഇത് വളർന്നു. ഏതാണ്ട് കതിരിന്റെ സമയമായി കഴിഞ്ഞപ്പോ ദൈവം 8ാമത്തെ ബാധ അയക്കുകയാണ്. എന്ത്? ആ വെട്ടുക്കിളി ആ ദേശത്ത് നിറഞ്ഞിരുന്നതായ ആ കതിര് മുഴുവനും, അല്ലെങ്കിൽ കൽമഴയാൽ നശിക്കാതിരുന്നതായ സകലതും വെട്ടുക്കിളി അത് തിന്നുകളയുവാനായിട്ടിടയായിട്ട് തീർന്നു. ദേശം മരുഭൂമി പോലെയായി. ഒടുവിൽ 9ാമത്തെ ബാധയായി 3 ദിവസത്തെ കുറ്റാക്കുറ്റിയിരുട്ട് അവരെ ബാധിക്കുവാനായിട്ടിടയായി. ആ ബാധയിൽ ഫറവോൻ മോശയെയും അഹ്റോനെയും വിളിച്ചിട്ട് അവരോട് ക്രോധമായി സംസാരിക്കുകയാണ്. ഫറവോന്റെ ഹൃദയം മാക്സിമം കഠിനമാക്കുകയാണ് 9ാമത്തെ ബാധ കൊണ്ട്. ആ 9ാമത്തെ ബാധയുടെ ഒടുവിൽ ഫറവോൻ മോശയോട് പറയുന്നത് ഇപ്രകാരമാണ്: ഇനി മേലിൽ ഞാൻ നിങ്ങളുടെ മുഖം കാണുകയില്ല. നിങ്ങളുടെ മുഖം ഞാൻ കാണുന്നതായ ആ ദിവസം നിങ്ങൾ കൊല്ലപ്പെടും, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയുമെന്ന് മോശയോടും അഹ്റോനോടും പറയത്തക്ക വിധത്തിൽ ഫറവോന്റെ ഹൃദയം കഠിനതയുടെ മൂർധന്യാവസ്ഥയിലായി. ആ പാപത്തിന്റെ ഏറ്റവും മാക്സിമം ലെവലിലായി. ആ പാപത്തിന്റെ ഏറ്റവും മാക്സിമം ലെവലിലായി കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ദാസന്മാരായ മോശയെയും അഹ്റോനെയും താൻ കൊന്നുകളയുമെന്നുള്ളതായ ആ ഭീഷണി മുഴക്കിയപ്പോ മോശ പറഞ്ഞു, നീ പറഞ്ഞതുപോലെയാകട്ടെ, ഇനിയും എന്റെ മുഖം നീ കാണുകയില്ല, അല്ലെങ്കിൽ നിന്റെ മുഖം ഞാൻ കാണുകയില്ല എന്ന് പറഞ്ഞ് ഫറവോന്റെ ആ മുമ്പിൽ നിന്ന് മോശ മാറുകയാണ്. ആ കൂരിനിട്ടും ആ ബാധയും അവരെ വിട്ടുമാറുവാനായിട്ടിടയായിട്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയതായ ഫറവോൻ ഏറ്റവും ഒടുവിലത്തെ ന്യായവിധിക്കായി ദൈവത്തിന്റെ ന്യായവിധി അവന്റെ മേൽ വരത്തക്ക വിധത്തിൽ അവൻ ഒരുങ്ങപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ദൈവജനത്തിനായാലും ഈ ലോകത്തിനായാലും ദൈവം താൽക്കാലികമായി പാപത്തിന് ശിക്ഷ വിധിക്കുന്നില്ല എന്ന് വെച്ച് ദൈവം പാപത്തിന് കൂട്ടുനിൽക്കുകയാണെന്നോ പാപം കാണുന്നില്ല എന്നോ അതിനോട് പ്രതികരിക്കുന്നില്ല എന്നോ നാം കരുതരുത്. പാപം വളരുവാൻ ദൈവം അനുവദിക്കും. അനുസരണക്കേട് വർദ്ധിക്കുവാൻ ദൈവം അനുവദിക്കും. ദൈവവചനത്തിന് മുമ്പാകെ കീഴ്പ്പെടാത്തതായ കഠിനത വളരുവാൻ ദൈവം അനുവദിക്കും. എതുവരെ? അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുന്നത് വരെ. അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ദൈവം അയക്കുന്നതായ ന്യായവിധി ദൈവം മുമ്പാകെ ന്യായമായി തീരേണ്ടതിന് വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത്. എന്നാൽ ഇടയ്ക്ക് ദൈവം മാനസാന്തരപ്പെടാനുള്ളതായ അവസരങ്ങൾ ഒരുക്കും. ആ മാനസാന്തരപ്പെടാനുള്ളതായ അവസരങ്ങൾ ഒരുക്കുമ്പോൾ അത് മനസ്സിലാക്കി നാം ദൈവം മുമ്പാകെ കീഴ്പ്പെടുകയും ദൈവസന്നിധാനത്തിൽ താഴ്മയോടെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെങ്കിൽ ദൈവം വരുത്തുവാനിരുന്നതായ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുകയും ദൈവജനത്തെ വിടുവിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആയതിനായി നമുക്ക് ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. കർത്താവായ ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.